ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണെന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, കയറി ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാനിൽ 2-3 പീസ് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ലോണം മെൽട്ടായിട്ട് വരുമ്പം അതിലേക്ക് 2 ഒനിയൻ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് വേവാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക. അങ്ങനെ അത് വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി എന്ത് ചെയ്യുക, ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അതും ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം 1/4 ടീസ്പൂണ്, ചില്ലി പൗഡർ 2 ടീസ്പൂണ്, മല്ലി പൗഡർ 1/2 ടീസ്പൂണ്. പിന്നെ എന്താ ചെയ്യുക, പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ, ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഗരം മസാല 1/2 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മഞ്ഞക്കുരു എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. മൊത്തം മിക്സ് ചെയ്യരുത്, അത് മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.